ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പാൽപ്പായസമാണ്. നമുക്ക് സദ്യക്കെല്ലാം ലഭിക്കുന്ന ഒരു കട്ടി കൂടിയ ഒരു പാൽപ്പായസം, നല്ല രുചിയുള്ള ഒരു പാൽപ്പായസം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം 3 ഗ്ലാസ് പാൽ, പിന്നെ 5 ഗ്ലാസ് വെള്ളം, ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ പാലും വെള്ളവും തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട ജീരകശാല റൈസ്, ഇത് ബിരിയാണിക്കെല്ലാം യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ റൈസാണ്. അരി 1/2 ഗ്ലാസ്, അത് നമുക്ക് ഈ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാലും വെള്ളം തിളച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെക്കാതെ വേവിച്ചെടുക്കാം. അങ്ങനെ അരി വേവാൻ തുടങ്ങിയിട്ടൊരു 10 മിനിറ്റായി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, RKG ഗീയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അരി ഇപ്പോൾ ഒരു 75% വേവായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ 3/4 ഗ്ലാസ് പഞ്ചസാര, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 5 ഏലക്കായും മിക്സിയിൽ അടിച്ചെടുത്തത്, എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ പായസം അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുമ്പളകൾ പൊങ്ങാൻ തുടങ്ങി. അപ്പം പായസം വെന്തു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതിൽ 2-3 സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പായസത്തിൻ്റെ. അങ്ങനെ വേറൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് മുന്തിരിയാണ് യൂസ് ചെയ്യുന്നത്. പാൽപ്പായസത്തിന് ബ്ലാക്ക് മുന്തിരിയാണ് ടേസ്റ്റും അതേപോലെ കാണാനുള്ള ആ ഒരു സ്റ്റൈലും കൊടുക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് മുന്തിരിയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ പായസത്തിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിപൊളി സദ്യ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ അതീവ രുചികരമായ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫോർ നൗ. ഫുഡ് കോൺ.